നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് അതിപ്രധാനമായൊരു വിഷയമാണ് ന്യൂസ് ട്രെൻഡ്സ് ആദ്യം ചർച്ച ചെയ്യുന്നത്. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ചില ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അരികുപറ്റി നടക്കുന്ന ചർച്ചകൾ കേരളത്തിലും സജീവമാണ്. പൊതുവിൽ വാക്സിൻ വിരുദ്ധ പ്രചാരകർ ഇതൊരു ആയുധമാക്കിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഒപ്പം തന്നെ നമ്മുടെ കോവിഡ് വാക്സിനുകൾ പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന വിഷയം കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയിൽ ഉയർന്നു വരികയാണ്. എന്താണ് ഇതിൻ്റെ വസ്തുത? വിവിധ മേഖലകളിലുള്ള വിദഗ്ധർ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ന്യൂസ് ട്രെൻഡ്സിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് അത്യുഷ്ണം ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നും ഉഷ്ണതരംഗ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ട്രെൻഡ്സിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിന് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാമെന്ന കമ്പനിയുടെ കുറ്റസമ്മതം ഇന്ത്യയിലും വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കുകയാണ്. പാർശ്വഫലങ്ങൾ സംബന്ധിച്ച ആശങ്ക നേരത്തെയും കേരളത്തിൽ ഉയർന്നിരുന്നു. ഇന്ത്യയിൽ വിതരണം ചെയ്ത വാക്സിനുകളിലേറെയും കോവിഷീൽഡും കോവാക്സിനുമാണ്. വേണ്ടത്ര മുന്നൊരുക്കവും പരീക്ഷണങ്ങളും നടത്താതെയാണ് വാക്സിൻ ഉപയോഗിക്കുന്നതെന്ന ആശങ്ക നേരത്തെ തന്നെ ഉയർന്നതാണ്. കോവിഡിന് ശേഷം യുവാക്കളിലടക്കം ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമായി കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ സർക്കാർ നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തലും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാവുകയാണ്. 30 മുതൽ 40 വയസ്സ് പ്രായമുള്ളവരിൽ ഹൃദയാഘാതം കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരമൊരു സമിതിയുടെ പഠനം നടന്നത്. വാക്സിന്റെ പാർശ്വഫലമാണോ എന്നത് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ കോവിഡിന് ശേഷം ഉയർന്നു വരുന്നു എന്നതാണ് പൊതുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UK കോടതിയിൽ നടന്ന നിയമ നടപടികൾക്കിടെയാണ് കോവിഷീൽഡിന്റെ നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനക്ക കുറ്റസമ്മതം നടത്തിയത്. രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും ഈ വാക്സിന്റെ ഉപയോഗം കാരണമായേക്കാമെന്നാണ് കമ്പനി പറയുന്നത്. കോവിഷീൽഡ്, വാക്സിൻവാരിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാണ കമ്പനിയാണ് ആസ്ട്രാസെനക്ക. ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട ഈ വാക്സിനെതിരെ വ്യാപകമായ പരാതികൾ പല ഘട്ടങ്ങളിൽ പല ഇടങ്ങളിൽ നിന്നായി ഉയർന്നിരുന്നു. 2021 ഏപ്രിൽ 21 UK സ്വദേശിയായ ജെയ്മി സ്കോട്ടിൻ വാക്സിൻ ഉപയോഗിച്ചതിന് പിന്നാലെ മസ്തിഷ്കാഘാതം ഉണ്ടായതു മരണപ്പെട്ടിരുന്നു. ആദ്യം വാക്സിന് പാർശ്വഫലങ്ങളില്ലെന്ന് വാദിച്ച കമ്പനി പിന്നീട് കോടതിയിൽ നിലപാട് മാറ്റുകയായിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഈ പുതിയ ചർച്ചകൾ അനാവശ്യ വിവാദമാണോ ഉണ്ടാക്കുന്നത് എന്നതാണ്. വാക്സിനുകൾ സുരക്ഷിതമെന്ന് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. വാക്സിൻ കമ്പനി കോടതിയിൽ നടത്തിയ കുറ്റസമ്മതം ശാസ്ത്രീയമായ വിലയിരുത്തലുകളൊന്നുമില്ലാതെ എന്നതാണ് ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്ന വാദം. കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം വാക്സിൻ വിരുദ്ധ പ്രചാരകർ കേരളത്തിലടക്കം ആയുധമാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിന് സമാനമായ ചർച്ചകളാണ് നടന്നു വരുന്നത്. എന്താണ് ഇതിന്റെ വസ്തുത? ഇക്കാര്യമാണ് ഇന്ന് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഡാൻ കുര്യനിലേക്ക് നമ്മൾ പോകുന്നു. ഡാൻ, ഈ കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പല മേഖലകളിലായി നടക്കുകയാണ്. നമുക്ക് ഈ കോവിഡ് കാലവും വാക്സിനേഷൻ കാലഘട്ടവും ഒന്ന് ഓർത്തെടുക്കാം. നമുക്കറിയാം, വാക്സിനേഷൻ ഒരു വലിയ യജ്ഞമായി നടന്ന കാലഘട്ടത്തിൽ വാക്സിൻ വിരുദ്ധ പ്രചാരകരും അതിശക്തമായി പലതരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അന്നും ചർച്ച ചെയ്യപ്പെട്ടതാണ് വേണ്ടത്ര പരീക്ഷണമോ അത്തരം മുന്നൊരുക്കമോ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ മനുഷ്യരിൽ പ്രയോഗിക്കുന്നത് എന്ന കാര്യം. പക്ഷേ അന്നത്തെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് വാക്സിനുകൾ കുത്തിവെക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഉയരുമ്പോൾ സ്വാഭാവികമാണ് നമ്മളത് ചർച്ച ചെയ്യപ്പെടും. രണ്ട് വാദങ്ങളുമുണ്ട്. നമുക്ക് രണ്ട് വാദങ്ങളും എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡാൻ, ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? യഥാർത്ഥത്തിൽ ഈ UK കോടതിയിലെ നിയമ നടപടികളും ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്ന ഈ ചർച്ചകളുടെ പൊതു സാഹചര്യം അതെന്താണ് ഡാൻ?
സജിത്ത്, നമുക്ക് ആദ്യം ഈ കോവിഡ് കാലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് കോവിഡ് കാലത്ത് ഈ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, വൈറസിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനൊരു ചികിത്സ ലഭ്യമാക്കാൻ കഴിയില്ല. അത് വന്നു പോകുന്നത് ആണ്, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുന്നവർ അതിനെ പ്രതിരോധിക്കും, അല്ലാത്തവർക്ക് ജീവൻ നഷ്ടമാകും എന്ന തരത്തിലുള്ള സാഹചര്യം ലോകം ഒന്നാകെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്തൊട്ടാകെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വിവിധ സർവകലാശാലകളുടെ നേതൃത്വത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് വാക്സിൻ കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത്. അതിനിടയിൽ ഈ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്ന സാറാ കാതറിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഈ കോവിഷീൽഡ് എന്ന പേരിൽ ഇന്ത്യയിൽ വിതരണം ചെയ്യപ്പെട്ട വാക്സിൻ കണ്ടുപിടിച്ചത്. അതിന്റെ വിതരണം മാത്രമാണ് ഈ അസ്ട്രസെനക്ക എന്ന രാജ്യാന്തര പ്രശസ്തമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഏറ്റെടുത്തത്. ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അസ്ട്രസെനക്ക എന്ന കമ്പനിയല്ല, അവരതിന്റെ വിതരണം മാത്രമാണ് നടത്തിയത് എന്നതാണ് വസ്തുത. പക്ഷേ അത് സംബന്ധിച്ച് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് വിവാദമാകുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് 2021 ഏപ്രിൽ മാസത്തിൽ ജാമി സ്കോട്ട് എന്ന ഒരു ഇംഗ്ലീഷ് പൗരന് ഇത്തരത്തിൽ ഈ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നു. വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് മസ്തിഷ്ക സംബന്ധമായ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം പരിശോധനകൾക്ക് വിധേയമാകുന്നു. ആ പരിശോധനകളിൽ TTS എന്ന പേരുള്ള ഒരു അപൂർവ രോഗം, ട്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അപൂർവ രോഗത്തിന് ഈ ജാമി സ്കോട്ട് അത്തരത്തിലൊരു രോഗബാധിതനാണ് എന്ന കാര്യം വിദഗ്ധമായ പരിശോധനകൾ കണ്ടെത്തുന്നു. അത് സംബന്ധിച്ച് ജാമി സ്കോട്ടാണ് ഇതിനെതിരെ ആദ്യമായി കേസ് തുടങ്ങുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ UK കോടതിയിൽ നടന്നു. അതിനിടയിലാണ് കമ്പനിക്ക്, അതായത് ഇതിന്റെ വിതരണം ഏറ്റെടുത്ത ഈ അസ്ട്രസെനക്ക എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് കോടതിയിൽ കൃത്യമായി വസ്തുതകൾ നിരത്തേണ്ടി വന്നത്. ഇതിന് പാർശ്വഫലങ്ങൾ ഉണ്ട് എന്ന കാര്യം സ്വാഭാവികമായി ആദ്യഘട്ടം മുതൽ ഈ വാക്സിൻ സ്വീകരിക്കുന്നവരിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ അത് എന്താണ് എന്ന കാര്യത്തിലായിരുന്നു അവ്യക്തത. പക്ഷേ കോടതിയിൽ ഈ ജാമി സ്കോട്ടും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രസെനക്കയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ബ്ലഡ് പ്രഷറും അതോടൊപ്പം തന്നെ ഷുഗറും, ഈ രണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവുമുള്ള ആളുകൾ ഈ വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ പ്രവചനാതീതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലർക്കുണ്ടാകുന്നു എന്നൊരു കണ്ടെത്തലിലേക്ക് ഗവേഷക ലോകം എത്തിയത്. അതിൽ തന്നെ TTS എന്ന വളരെ അപൂർവമായ രോഗം, അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നേരിയ ഒരു പക്ഷം ആളുകൾക്ക് ഈ TTS ബാധിതരായി അതോടൊപ്പമാണ് മറ്റുള്ളവർക്ക് രക്തം കണ്ടുപിടിക്കുന്ന തരത്തിലേക്കും. നമുക്ക് പരിശോധിക്കാം.